Let's turn our Bibles to Gospel of Luke, chapter 7, chapter 22, verse 7 through 13. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമല്ലോ. Amen. Amen. Verse 12 and 13, please, in English. And he shall show you a large upper room, furnished, there make ready. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും. He will show you a large room upstairs. കഴിഞ്ഞ ഒരാഴ്ച വീക്കെൻഡിൽ പ്രത്യേകിച്ച് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ നാം ഉപവാസത്തോട് പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കുകയായിരുന്നു. We were in fasting and prayer over Friday and Saturday. കുറച്ച് പേര് കടന്നു വന്നു. അതെല്ലാം എല്ലാ നിലയിലും അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ഒരുക്കുന്ന നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തെക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസവും നമ്മൾ ചിന്തിച്ചത്. It was a blessing for all the people who came, and it was about the God who prepares. ഇന്ന് പകലും ദൈവാത്മാവ് തന്ന ദൂത് അത് തന്നെയാ. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. Today's message is also the same. It is the God who cares and prepares for us. യേശു കർത്താവിന്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പുള്ള ഒരാഴ്ച സംഭവബഹുലമായ ഒരാഴ്ചയായിരുന്നു. Right before the crucifixion of Jesus, that week was a very busy one. 4 സുവിശേഷകന്മാരും ആ ഒരാഴ്ചത്തെ പ്രോഗ്രാമിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. In all the 4 Gospels, they all talk about that previous week in very high detail. പ്രത്യേകിച്ച് യോഹന്നാൻ അപ്പോസ്തലനാണ് ഏതാണ്ട് 9 ചാപ്റ്റേഴ്സ് അതിനുവേണ്ടി വേർതിരിച്ചത്. Especially Apostle John has put like 9 chapters detailing that week. ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഏതാണ്ട് 19-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് യേശു കർത്താവിന്റെ ആ പാഷൻ വീക്കിനെ കുറിച്ചുള്ളതായ വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. Even in Luke, you can see from chapter 19 onwards, you can see a lot of details about the Passion Week. കാരണം ആ ഒരാഴ്ച അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ക്രൂശീകരണവും ഉയർപ്പും ആ കാലഘട്ടത്തിലും ഇന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ്. It is given in much detail because that week and the crucifixion of Jesus, it was important then and important now as well. അപ്പോസ്തോലിക കാലഘട്ടങ്ങളിലെ അപ്പോസ്തലന്മാരുടെ പ്രസംഗ വിഷയം തന്നെ യേശുവിന്റെ മരണവും പുനരുത്ഥാനവുമായിരുന്നു. Even when you look for when the apostles talked about, they placed a lot of emphasis, and their talking point was about the crucifixion of Jesus. യേശു കർത്താവും ആ ഒരു ദൗത്യത്തിന് വളരെ പ്രാധാന്യം നൽകി മനസ്സോടെ ആ ദൗത്യം ഏറ്റെടുത്തതായിട്ടാണ് നാം കാണുന്നത്. Even Jesus gave a lot of importance to that mission to be crucified, and you can see that he accepted that mission wholeheartedly. യേശു തന്നെ പറഞ്ഞു, ഞാൻ അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുവാനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. Even Jesus says that, that he came to this world to give his life for many. മർക്കോസ് 10:45 നമ്മൾ അത് വായിക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. We can see that in Mark 10:45. For even the Son of Man did not come to be served, but to serve and to give his life as a ransom for many. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യം നോക്കിയാൽ അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ചു. And you can see it in Luke 9:51 that as the time approached for him to be taken up to heaven, Jesus resolutely set out for Jerusalem. വളരെ ഹീനമായ ഒരു മരണമാണ് തന്റെ മുമ്പിലുള്ളത്.
യെരുശലേമിൽ തന്നെ കാത്തിരിക്കുന്നത് ക്രൂശീകരണമാണെന്ന് അറിയാവുന്ന കർത്താവ് മനസ്സുറപ്പിച്ച് യെരുശലേമിലേക്ക് വരുന്നതാണ് നാം ഇവിടെ കാണുന്നത്. Even though that Jesus knows that what awaits him in Jerusalem is the crucifixion, he goes out there with his mind made up and wholeheartedly. യേശു കർത്താവിന്റെ മരണത്തിന് മുന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒത്തിരി വ്യക്തികളുണ്ട്. There is a lot of people who work behind the scenes for that specific thing. ജോയിഷ് റിലീജിയസ് ലീഡേഴ്സ് അതിന്റെ പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ട്. മാത്രമല്ല റോമ ഗവൺമെന്റ്, യൂദാസ്, പിശാജ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. There was a lot of people behind it, from the Jewish leaders, religious leaders, to the government, the Roman government, and also Judas and the devil all conspired together to make this event happen. ഇവരാരുമല്ല യേശുവിനെ ക്രൂശിച്ചത്. പിതാവായ ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം സ്വന്തം മനസ്സോട് യേശു കർത്താവ് ക്രൂശിലേക്ക് നടന്നെടുക്കുകയായിരുന്നു. Even though they conspired, the reason why Jesus was crucified was already predestined, preordained by God, and Jesus wholeheartedly walks towards his death. പിതാവായ ദൈവം നിശ്ചയിച്ച സമയത്ത് സ്ഥലത്തും ആണത് സംഭവിച്ചത്. It happened at the time that God had preordained. കാരണം കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ കഴുകിക്കളയുവാൻ കഴിയാതെ വന്നപ്പോൾ ഓമനപുത്രനെ, പാപമില്ലാത്ത ദൈവകുഞ്ഞാടിനെ കാൽവറിയിൽ അകർത്തിയാഗമായി തീരുവാൻ മാനവജാതിക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാ ചെയ്തത്. When it became evident that the blood of the lamb was not enough to wash away the sins of the people, God decided that it needed to that Jesus should die on the cross so that his blood should wipe away the sins of the humankind. നാം വായിച്ച 22-ാം അധ്യായത്തില് ക്രൂശീകരണത്തിന്റെ തലേ ദിവസം നടക്കുന്ന കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. What we read in chapter 22 was what happened the day before the crucifixion. നമുക്കറിയാം യേശു കർത്താവ് ക്രൂശീകരണത്തിന് മുമ്പ് തന്നെ ഈ ഒരു പെസഹ ആചരിക്കുവാനായിട്ട് വളരെ താല്പര്യപ്പെട്ട് ആഗ്രഹിച്ചതായിട്ട് നമ്മൾ ഇതേ അധ്യായത്തിൻ്റെ 22-ന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ക്രൂശീകരണത്തിന് മുമ്പ് ശിഷ്യന്മാരുമായി പെസഹ ആചരിക്കുവാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. We can see that Jesus wanted to celebrate the Passover he had a huge desire to celebrate Passover. അവിടെ യഹൂദന്മാർക്ക് നമുക്കറിയാം ഏതാണ്ട് 7 ഉത്സവങ്ങളാണ് ഉള്ളത്. We can see that the Jews had about 7 festivals. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 എണ്ണമാ. പെസഹായും പെന്തക്കോസ്ത് പെരുന്നാളും കൂടാര പെരുന്നാളും. ഇത് 3ഉമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഉത്സവങ്ങൾ. So out of that, 3 of them are the most important. One is the Passover, one is the day of the Pentecost, and one is the celebration of the tent, tabernacle. Yes. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പാസ്ഓവർ സെലിബ്രേഷൻ. Out of that, the most important one was the celebration of the Passover. പാസ്ഓവർ നമുക്കറിയാം നിദാനം ചെയ്യുന്നത്, ഓർപ്പിക്കുന്നത് പഴയ നിയമ ഭക്തന്മാര് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കള് മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിന്റെ, പെസഹ കുഞ്ഞാടിന്റെ ചോരയാൽ വിടുതൽ പ്രാപിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നതായ ഒരു സെലിബ്രേഷൻ ആയിരുന്നു പാസ്ഓവർ സെലിബ്രേഷൻ. As you all know, Passover was a celebration that was done in remembrance of how God rescued the Israelites from their bondage in Egypt. അവർ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ടും ജനത്തെ വിട്ടയക്കാതെ വെല്ലുവിളിച്ചു നിന്നതായ ശത്രുവിനെ തകർത്ത് ജനത്തെ പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവന്നതായ ചരിത്രമാണ് അവർക്ക് പെസഹയുടെ മുമ്പിൽ ഓർക്കുവാനായിട്ടുള്ളത്. Even despite all the plagues that happened, the Pharaoh stood firm and did not let the Israelites leave, and the Passover is celebrated as a remembrance of the final plague that happened and where God rescued them out of Egypt. രാവിലെ ഓർക്കണം, പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതോടുകൂടി ഇതുവരെ വെല്ലുവിളിച്ച് നിന്ന ശത്രുവിന്റെ ശക്തികള് തകർത്തിട്ട് അവര് സകല നന്മകളും വിട്ടുകൊടുത്ത് സകലവിധമായി കഴിഞ്ഞ നാളുകൾ പിടിച്ചു വെച്ച സകല നന്മകളും അവർക്ക് തിരികെ കൊടുത്ത് അവരെ പറഞ്ഞയച്ചതാണ് പെസഹയുടെ ഓർമ്മ. The remembrance of Passover is how the devil kept on holding to them, but by how the lamb was slain, that God rescued the Israelites out of Egypt, and it is a remembrance of how even all the things that were kept and all the blessings that were released, and they were able to leave Egypt with all the blessings that they had. രാവിലെ നാം ഈ തിരുമേശയുടെ മുമ്പിലായിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട ചിന്ത നമ്മുടെ പെസഹ കുഞ്ഞാടും
അറുക്കപ്പെട്ടു. As we are in front of the Lord's table, we need to remember that our Passover lamb, our Jesus, was also sacrificed. യെസ്, അത് കർത്താവ് യേശു ക്രിസ്തു തന്നെ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച തളിക്കപ്പെട്ട ഒരു ദൈവപൈതലിൻ്റെ നന്മയെ തടഞ്ഞു വയ്ക്കുവാൻ, പിടിച്ചു വയ്ക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു പൈശാചിക ശക്തിക്കും കഴിയുകയില്ലെന്ന് ഇന്ന് പകൽ ദൈവാത്മാവിടെ ഓർപ്പിക്കുക. No power on earth can push back or pull away any of the blessings from the person or the believer who was born again by the blood of the Lamb. ലഭിക്കേണ്ട ഏതെങ്കിലും നന്മ പിശാച് തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ റിലീസ് ചെയ്യുവാനുള്ള അധികാരം ഇന്ന് പകൽ ദൈവം നമുക്ക് തരികയാ. If you feel that there is anything that is being held back by the devil, but I'm telling you, you have the authority by the blood of Jesus, that you were washed clean, that you have the authority to pull it back. ഇസ്രായേൽ മക്കൾ ഏതാണ്ട് 1500 വർഷക്കാലം ആചരിച്ചു വന്ന പെസഹായുടെ ആചാരത്തെ, സെലിബ്രേഷനെ ട്രാൻസ്ഫോം ചെയ്ത് കമ്മ്യൂണിയൻ ഒരുക്കിയ ദിവസം കൂടെയാണ്. The Passover was a celebration that was celebrated by the Israelites for about 1500 years, and we can see that it was that Jesus transformed the Passover, and that's the remembrance of that is the communion. We see the last Passover and the first communion in this chapter. അഥവാ പഴയ നിയമ ആചാരപ്രകാരം അനുഷ്ഠിച്ചു വന്ന പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താലുള്ള വിടുതലിനെ ആചരിച്ചിരുന്നതിന് പകരമായിട്ട് നമ്മുടെ പെസഹ കുഞ്ഞാടായ കർത്താവിൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചതിനെ ഓർക്കുവാനുള്ള ഓർമ്മയുടെ ശുശ്രൂഷയായി തിരുമേശ കൽപ്പിച്ചാക്കിയെന്ന്. Instead of remembering the lamb that was slain during the Passover, we have the communion to remember the lamb of God, Jesus, that was slain on the cross. പെസഹയുടെ മുമ്പിൽ ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ദൈവത്തെക്കുറിച്ച് ഓർക്കുവാനുള്ളതായ ചിന്ത എന്ന് പറയുന്നത് ശത്രുവിനെ ജഡ്ജ് ചെയ്ത, അഥവാ ദൈവജനത്തെ ഇതുവരെ പീഡിപ്പിച്ച ജനത്തെ, മിസ്രൈമിനെ, ഫറവോന്റെ സൈന്യത്തെ ജഡ്ജ് ചെയ്ത ഒരു ജഡ്ജായിട്ട് അവർ ഈ പാസ്ഓവറിന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ ആ ഒരു ജഡ്ജിനെയാണ്, ന്യായാധിപനെയാണ് അവർക്ക് ഓർക്കുവാനായിട്ടുള്ളത്. When they celebrate the Passover, what they remember is the judge on heaven who's sitting there, who was able to judge the Pharaoh in Egypt as well. അവർ അത് മാത്രമല്ല, ദൈവത്തെ ജഡ്ജായിട്ട് മാത്രമല്ല അവർക്ക് ഓർക്കുവാനായിട്ടുള്ളത്, തൻ്റെ ജനത്തെ വിട്ടയച്ച സേവിയറായിട്ടും അവർക്ക് ദൈവത്തെ ഓർക്കുവാനായിട്ട് പാസ്ഓവറിന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ കഴിയും. This is not just to remember God as the judge, but also as a savior who was able to rescue them from bondage in Egypt. അത് മാത്രമല്ല, ഈ ദൈവത്തെ അവർക്ക് ഓർക്കുമ്പോൾ ഒരു പിതാവായിട്ട് അവരെ ചേർത്ത് നിർത്തി, അവരെ മരുഭൂമിയിൽ കൂടെ നടത്തി, അവർക്ക് ആവശ്യമായ മന്നായും അവർക്ക് ആവശ്യമായ വെള്ളവും കൊടുത്ത് അവരെ കനാൻ നാട്ടിൽ എത്തിച്ച ഒരു സ്വർഗീയ പിതാവായിട്ട് അവർക്ക് പെസഹ ആചരിക്കുമ്പോൾ ഓർക്കുവാനായിട്ട് കഴിയും. Not just as a judge or a savior, but also as a father who led them through the desert, who took care of them, who gave them water, who gave them food, and who took care of them for every need that they had. That is also one reason why they celebrate the Passover. ഇന്ന് രാവിലെ നാം തിരുമേശയുടെ മുമ്പിൽ ഓർക്കുമ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത് എന്താ? When we come before the communion, what do we have to remember God? ന്യായാധിപനായ ദൈവം പിശാചിന്റെ മേൽ ശിക്ഷ വിധിച്ച ന്യായാധിപനായ ദൈവത്തെ നമുക്ക് ഈ തിരുമേശയുടെ മുമ്പിൽ കാണുവാനായിട്ട് കഴിയും. When we are in front of the communion, we can remember God as the judge who was able to judge Satan and put him in hell. അത് മാത്രമല്ല, ക്രൂശ് മരണത്തിലൂടെ തൻ്റെ പുത്രന്റെ രക്തത്തിലൂടെ നമ്മെ വീണ്ടെടുത്ത സേവ്യറായിട്ട് നമുക്ക് തിരുമേശയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ, നമ്മുടെ ദൈവത്തെ കാണുവാനായിട്ട് കഴിയണം. Not just as a judge, but also we should be able to remember Christ who was sacrificed on the cross and who died for our sins. അത് മാത്രമല്ല, നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. ആ പിതാവിനെ ഓർക്കുവാനായിട്ടും ഈ തിരുമേശയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കഴിയണം. No, not just that, but also when we come in front of the communion, we should also remember God as the Father who was able to help us and also carry the burdens that we have. പെസഹായെക്കുറിച്ചും തിരുമേശയെക്കുറിച്ചുമൊക്കെ ധാരാളം കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ടുണ്ട്. എന്നാൽ വേഗം ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഇവിടെ പാസ്ഓവർ ഒന്നാം മാസം, യഹൂദന്റെ ഒന്നാം മാസമായ നിസാൻ മാസം 14-ാം തീയതിയാണ് പാസ്ഓവർ ആചരിച്ചിരുന്നത്.
According to the Jewish calendar, Passover was celebrated on the first month of their calendar on the 14th. 10-ാം ദിവസം തന്നെ ഊനമില്ലാത്ത ഒരാടിനെ വേർതിരിച്ച് നിർത്തണം. 14-ാം ദിവസം അതിനെ അറുക്കണം. എന്നിട്ട് ആ മാംസം അവര് കൈപ്പച്ചീരയോടുകൂടെ അല്ലെങ്കിൽ ആലയത്തിൽ കൊണ്ടുപോയി ആടിനെ അറുത്ത് അതിൻ്റെ മാംസം കൊണ്ടുവന്ന് റോസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് അങ്ങനെയാണ് ഫാമിലീസ് ഒന്നിച്ചുകൂടി 14-ാം തീയതിയാണ് പെസഹായുടെ ദിവസം. There was a lot of rituals where on the 10th day you separate the lamb that did not have any shortcomings, and on the 14th day you sacrifice that lamb, and then you bring it to the tabernacle of the church, and where you sacrifice it and spread it. 22-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു എന്ന് അറിഞ്ഞപ്പോൾ അവരതിനുവേണ്ടി വാഞ്ചിയോടെ ഒരുക്കങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. In Luke 22:7-8 we see that then came the day of the unleavened bread on which the Passover lamb had to be sacrificed. 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ അതിനുള്ള ഒരുക്കങ്ങൾ അതിന് 2 പേരെ അസൈൻ ചെയ്ത് അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യുവാനായിട്ട് പറഞ്ഞയക്കുന്നതാണ് നമ്മൾ വായിച്ചത്. In that chapter we also see how Jesus sent Peter and John saying, go and make preparations for us to eat the Passover. Peter and John എന്നുള്ളത് ഇവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി സുവിശേഷങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന 2 ശിഷ്യന്മാരെ പറഞ്ഞയച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അത് കുറച്ചുകൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പത്രോസും യോഹന്നാനുമാണ് ഈ ദൗത്യം, അവരെയാണ് ഈ ദൗത്യം ഏൽപ്പിച്ചത്. In the other gospels it's not clear who was sent. It's only said that only 2 people were sent, but in Luke we see clearly that Jesus sent Peter and John. നമുക്കറിയാം പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ യേശു കർത്താവിന്റെ ഇന്നർ സർക്കിളിലുള്ള വ്യക്തികളായിരുന്നു. We see that in the gospel that Peter, John and James were in the inner circle of Jesus. അവരിൽ 2 പേരെയാണ് പ്രത്യേകമായി ദൗത്യം ചെയ്യുവാനായിട്ട് യേശു കർത്താവ് ചുമതലപ്പെടുത്തുന്നത്. Out of that you can see that Jesus is assigning this mission to 2 of the people in the inner circle. ഈ ശുശ്രൂഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനൊരു നല്ല ഒരുക്കം ആവശ്യമുള്ള ഒരു ശുശ്രൂഷയാണ്. When we learn more about this, we can see that it is a thing that where you need a lot of preparation. ആടിനെ വാങ്ങി ഊനമില്ല എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്ത് ആലയത്തിൽ അതിനെ അറുത്ത് അതിൻ്റെ മാംസം കൊണ്ടുവന്ന് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് വീടൊരുക്കി മേശ ഒരുക്കി അതിനുള്ള മറ്റുള്ള അതിനോടുള്ള സൈഡോടും ഒക്കെ ചേർത്ത് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കേണ്ടതായ സമയം ചെയ്യേണ്ടതായ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് അവരെ ഏൽപ്പിച്ചത്. It was a mission that required a lot of preparation, from finding the lamb which had no shortcoming and taking to the tabernacle to get it sacrificed and get the meat, and then have all the preparations where all the furniture is in one room. ഈസ്റ്റ് ചേർക്കാതെ മാവ് കുഴച്ച് അപ്പം ഉണ്ടാക്കി അതുപോലെ ബിറ്റർ ഹെർബ്സ് പ്രിപ്പയർ ചെയ്ത് വീഞ്ഞൊരുക്കി ഈ അതിനുള്ള മേശകൾ ഒരുക്കി മുറികൾ ഒരുക്കി വളരെ ക്രമീകൃതമായിട്ട് ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് പാസ്ഓവർ ശുശ്രൂഷ. It is a service or a ritual where it required a lot of preparation, where you had to prepare the bread without yeast, and it was an unleavened bread, and also then you had to find the bitter herbs and put together a lot of things. It required a lot of preparation. സാധാരണയായിട്ട് ഇത് വീടുകളിലാണ് ഈ ശുശ്രൂഷ ചെയ്യാറുള്ളത്. Usually this ritual happens in houses. കുടുംബാംഗങ്ങൾ ഒന്നിച്ചുകൂടി വീടുകളിൽ ആചരിക്കുന്ന ഒരു ശുശ്രൂഷയാ പാസ്ഓവർ ശുശ്രൂഷ. എന്നാൽ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തം വീട് വിട്ട് യേശു കർത്താവിനോടൊപ്പം കൂടി യെരുശലേമിൽ ഒരു കുടുംബമായി ആയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമായിപ്പോൾ. And the Passover is usually celebrated in each person's or the family's houses, but as all the disciples had left their families to be with Jesus, we can see that it's being done at a separate place. അപ്പോൾ ആ തിരുമേശ അല്ലെങ്കിൽ പെസഹ ഒരുക്കണമെന്ന് യേശു കർത്താവ് പറയുമ്പോൾ അവരുടെ മുമ്പിൽ വന്ന വലിയൊരു ചോദ്യമായി എവിടെ ഒരുക്കുമെന്നുള്ളത്. When Jesus had asked the disciples to celebrate, like we need to celebrate the Passover, one of the big questions that came to them was like, where do we celebrate it? ഒരിടത്തും ഇടമില്ല. ഈ പെസഹ എന്നൊക്കെ പറയുന്നത് ലോകത്തുള്ള സകലമാന യഹൂദനും ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണമാണ്. ഈ പ്രധാനപ്പെട്ട 3 സെലിബ്രേഷനുകളിൽ യെരുശലേമിൽ വന്നിരിക്കണമെന്നുള്ളത് പഴയ നിയമത്തിൽ അവർക്ക് കൊടുത്ത ഒരു പ്രമാണമാണ്. There is no place anywhere, and it is something that every Jew had to celebrate, and it was the thing that was passed down across generations. അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ
ആ യെരുശലേമിൽ ആ സമയത്ത് കടന്നു വന്നിട്ടുണ്ട്. Since it had to be celebrated in Jerusalem, it is safe to assume that many people, hundreds of thousands of Jews, had come to Jerusalem. ചരിത്രകാരനായ യോസീഫസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സെലിബ്രേഷനിൽ കുറഞ്ഞത് ഒരു 200,000 ആടുകളെ സാധാരണയായിട്ട് കൊല ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഭക്ഷിക്കാനായിട്ട് ഒരുക്കാറുണ്ട്. When we look at how the historian Josephus has talked about this festival, he talks about how about 100,000 or 200,000 lambs had to be sacrificed for this specific festival. ഇപ്പോഴും അതൊക്കെ തന്നെയാ. ഇന്നും നമുക്കറിയാം ഏപ്രിൽ 12-ാം തീയതിയാണ് അവരുടെ പെസഹ ഈ വർഷം 2025 നടക്കേണ്ടത്. ഏപ്രിൽ 12-നാണ് അവരുടെ മാസം 14-ാം തീയതി എന്ന് പറയുന്നത്, നിസാൻ മാസം 14 എന്ന് പറയുന്നത് നമ്മുടെ ഏപ്രിൽ 12-ആണ്. അന്നാണ് ഈ വർഷവും പാസ് ഓവർ നടക്കുന്നത്. Even now it's being celebrated, and we can see that it's usually this year it's on April 12th. അവിടെയുള്ള സകല ഹോട്ടലും മോട്ടലും എല്ലാം ബുക്ക്ഡ് ആണ്. കുറഞ്ഞത് ഒരു സീറ്റ് കിട്ടണമെങ്കിൽ, ഒരു റൂം കിട്ടണമെങ്കിൽ ഒരു വർഷം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം. Now, we can see that in Jerusalem, pretty much all the hotels and the motels are completely booked out, and you need to at least reserve that space at least a year out. ഇവിടെയാണ് ശിഷ്യന്മാരെ അലട്ടിയ ചോദ്യം, ഞങ്ങൾ എവിടെ ഒരുക്കും? And that's when this is a question that affected the disciples, like, where do we host this? അതിന് മറുപടിയായിട്ട് 10-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നത്, ആ വാക്യം ഒന്ന് വായിച്ചേ, 10-ാം വാക്യം. നിങ്ങൾ മുമ്പോട്ട് ചെല്ലണം, പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ നടന്നു വരുന്നത് നിങ്ങൾ കാണും. When the disciples were facing this big challenge, that's when Jesus says in verse 10, he says, he replied, as you enter the city, a man carrying a jar of water will meet you. Follow him to the house that he enters. അവരെ അലട്ടിയ വിഷയത്തിന്റെ മുമ്പിൽ അതിനും പരിഹാരം ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. When the disciples were facing this huge challenge on where to host this, and Jesus had already had a solution to this problem. നമ്മുടെ മുമ്പിലും ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് രാവിലെ ഉയർന്നു വരുന്നുണ്ട്. എവിടെ ഒരുക്കുമെന്നുള്ളത്, എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്നുള്ളത്, കുഞ്ഞുങ്ങളുടെ കാര്യം, സ്കൂള്, കോളേജ്, മാരേജ്, ജോബ്, ഈവൻ നമ്മുടെ ചർച്ചിൻ്റെ ബിൽഡിങ്ങിൻ്റെ വിഷയം എവിടെ ആയിരിക്കും, എങ്ങനെ ആയിരിക്കുമെന്നുള്ള ഒത്തിരി ചോദ്യങ്ങളുടെ മുമ്പിലാണ് ഞാനും നിങ്ങളും ഇന്ന് രാവിലെയും ആയിരിക്കുന്നത്. Just like that, we are also faced with a lot of questions like that, where what will happen to our children, what will happen to our job, what will happen to many questions that we are being faced on a daily basis. രാവിലെ ദൈവനാമത്തിൽ ദൈവമക്കളെ ഓർപ്പിക്കട്ടെ, ഒരു സാധ്യതയുമില്ലാത്തടത്ത് എൻ്റെ ദൈവം മുന്നമേ ചിലത് കരുതി വെച്ചിട്ടുണ്ട്. Let me remind you, dear children of God, that when there was no light at the end of the tunnel, you can assume that God has already planned something as a solution for you. ഇന്നലെ ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിച്ചു. ദൈവീയ കരുതലിനെ കുറിച്ച് പ്രധാനമായിട്ടും 3 വിധത്തിൽ ആ ദൈവീയ കരുതൽ ദൈവം ഇന്നലെ കരുതിയ കരുതലുകൾ. Yesterday I talked about how God provides for you, and it was also about how, specifically about how God provided for you yesterday. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ ഞാൻ ഏലിയാവിൻ്റെ ചരിത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചു. പ്രധാനമായിട്ടും ഏലിയാവ് കടന്നു ചെല്ലുന്നതിന് മുന്നമേ അവിടെ ഒരു നാദി ദൈവം ഒരുക്കി വെച്ചു. I had specifically talked about how in 1 Kings 17 where how God provided for Elijah when Elijah was facing this problem. God had already provided a river for him. അത് മാത്രമല്ല, അന്നത്തേക്കുള്ള കരുതല്, അന്നത്തേക്കുള്ള ഇന്നത്തെ ആവശ്യത്തിന്. രണ്ടാമത്തെ വിഷയം ഞാൻ പറഞ്ഞു, ഇന്നത്തേക്ക് വേണ്ടിയുള്ളതും ദൈവം കരുതും. ഒന്ന്, ഇന്നലേക്ക് വേണ്ടി ദൈവം കരുതി വെച്ചു, മുന്നമേ കരുതി വെച്ചു. 2, ഇന്നത്തേക്കുള്ളത് ദൈവം കരുതി വെച്ചു, അതും കാക്കയോട് കൽപ്പിച്ചു. അപ്പവും ഇറച്ചിയും കൊടുക്കുവാനായിട്ട്, ഇറച്ചി കൊടുക്കുവാനായിട്ട് കാക്കയോട് കൽപ്പിച്ചു. മുന്നമേ കൽപ്പിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. We can see that when God had provided for Elijah in the past, but also I also talked about how God provides for you on a daily basis, especially in the case of Elijah, where Elijah was facing this big problem. God had already commanded the crow to come with the bread and the meat to come and give to Elijah. മാത്രമല്ല, നാളേക്ക് വേണ്ടിയുള്ളതും ദൈവം കരുതി വെച്ചു. ഉറവ് പറ്റിയപ്പോൾ വേറൊരിടത്ത് നേരത്തെ ദൈവം കരുതി വെച്ചു. ഞാൻ എലിയാവിനോട് പറയുന്ന വാക്കിനകത്ത് നിങ്ങൾ ആ വാക്കുകളൊക്കെ ഓരോന്ന് വേർഡ് ബൈ വേർഡ് ഒന്ന് പഠിച്ച് നോക്കണം. നീ പോകാ, ഞാൻ
സരാഫാത്തിലെ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കരുതിയിട്ടുണ്ട്, നാളത്തേക്കുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്, അവിടെ നിനക്ക് ഭക്ഷണം തരുവാനായിട്ട് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. വളരെ കൃത്യമാണ്. ഇന്നലേക്ക് വേണ്ടി ദൈവം കരുതി വെച്ചു, ഇന്നത്തേക്ക് വേണ്ടിയുള്ള ദൈവം കരുതി വെച്ചിട്ടുണ്ട്, നാളേക്കും വേണ്ടി ദൈവം കരുതുന്ന ദൈവമാണ്. Not just yesterday and today, but God also provides for you tomorrow as well. When we see that when the river had dried up, when God commanded Elijah to go to this widow in the Zarephath, where God had already provided and already picked out a widow to take care of and provide for Elijah. ആവശ്യം വരുമ്പോഴല്ല, അതിന് മുന്നമേ, എത്രയോ മുന്നമേ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവം എല്ലാം മുന്നമേ കരുതി വെച്ചിട്ടുണ്ട് ദൈവമക്കളെ. Not just when the need comes, but God had already preordained and predestined and already seen it beforehand to provide for you for all the needs that you have. നമ്മുടെ പ്രശ്നം അത് എവിടെയാണെന്ന് അറിയുന്നതാ വിഷയം. Our problem is, where is this providence going to come from? ദൈവം പറയുന്നു, നീ മുന്നോട്ട് ചെല്ല്, അവിടെ അത് വെളിപ്പെട്ടു വരും. God is simply saying, move forward and it will be revealed. നമ്മുടെ പ്രോപ്പർട്ടിക്ക് വേണ്ടി, ചർച്ചിന്റെ പ്രോപ്പർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി ഓഫർ കൊടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചു അതായിരിക്കും ദൈവം കരുതി വെച്ചിരിക്കുന്നത്. You know, when we talked about how the church property, we had thought that the one that we talked about the last week before, maybe that was the one that God had provided for us. എന്നാൽ കഴിഞ്ഞ ദിവസം അത് മനസ്സിലായി അതല്ലെന്നുള്ളത്. The other day we realized that that was not the one. അതുകൊണ്ട് ദൈവം കരുതിയിട്ടില്ലെന്നുള്ളതല്ല, നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ ദൈവം മെച്ചമായത് കരുതി വെച്ചിട്ടുണ്ട്. That doesn't mean that God had not already planned something for us, but as we move forward, God will give you something that is even better. ഇന്ന് രാവിലെ നാം ഇവിടെ സാഹചര്യങ്ങളെ ഒക്കെ നോക്കുമ്പോൾ പുതിയ ഗവൺമെന്റ് വന്ന് ചില ചേഞ്ചസ് ഒക്കെ വരുത്തി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകിടം മറിഞ്ഞ് എല്ലാം കലങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒത്തിരി ചോദ്യങ്ങൾ, എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്നൊക്കെ നമ്മുടെ മനസ്സിലും ഇന്ന് രാവിലെ ഉയരുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്. There are many questions that arise in our mind, especially now with a lot of the administration has changed and there are a lot of new things that are happening. ഇന്ന് പകൽ ദൈവാത്മാവ് തരുന്ന ആലോചന എനിക്ക് നിങ്ങൾക്കും ഭയപ്പെടുവാനായിട്ടില്ല. You know, the message that I want to give is that you and I, there is nothing to be worried about. ഞാനും നിങ്ങളും ഹോസ്റ്റലിൽ വരുന്നതിന് മുമ്പ് തന്നെ, അതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങൾക്കും വേണ്ടിയുള്ള കരുതൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. Even before we came to Austin, God had already provided, already planned something so that we will not have to face the problems. എത്ര പേര് അത് വിശ്വസിക്കുന്നു? How many people believe it? നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണെന്ന്. God is the one who provides. ഇന്നലെ കരുതിയ ദൈവം ഇന്ന് കരുതുന്ന ദൈവം നാളെയും കരുതുമെന്ന് ഇന്ന് രാവിലെ നമുക്കൊന്ന് കടന്നു വിശ്വസിക്കുവാൻ കഴിയട്ടെ. Can we believe wholeheartedly that God has provided yesterday, today, and He will also provide for tomorrow? നമ്മുടെ മുമ്പിൽ മാത്രമല്ല, ആരാധനയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട മിക്കവാറും എല്ലാവരുടെയും മുമ്പിൽ ഈ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്, ആര് കരുതുമെന്നുള്ള ചോദ്യം. Not just us, but pretty much everyone who has already prepared and gone to worship there, everybody is probably thinking about who's going to provide for us. അബ്രഹാം ആരാധനയ്ക്ക് മകനുമായി പുറപ്പെടുമ്പോൾ ഉയർന്നു കേട്ട ഒരു ചോദ്യമാ, ആര് കരുതുമെന്നുള്ളത്. When Abraham went to prayer, the question that had already was very clear was who's going to provide. അബ്രഹാം പറഞ്ഞ ഒരു വാക്കുണ്ട്, യഹോവയിരേ, യഹോവ കരുതിക്കൊള്ളും. And the response that Abraham gave was, God is going to provide. മുൻപോട്ട് പോയി, ഒന്നിച്ച് നടന്നു, ദൈവം കൽപ്പിച്ചെടുത്ത് ചെന്നു. ദൈവം കൽപ്പിച്ച ആരാധന അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവിക കരുതൽ വെളിപ്പെട്ടു. We can see that as Abraham walked with Isaac and went all the way up and completed the worship, and right at that specific moment we saw that God had provided for that. യാത്രയിൽ അത് വെളിപ്പെട്ടില്ല, ഒന്നാം ദിവസത്തിൽ വെളിപ്പെട്ടില്ല, രണ്ടാം ദിവസത്തിലും വെളിപ്പെട്ടില്ല, മൂന്നാം ദിവസം ദൈവം കൽപ്പിച്ചെടുത്ത് ചെന്ന് ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണിന് മുമ്പിൽ ദൈവിക കരുതൽ വെളിപ്പെട്ടു. It was not revealed on the first day of travel or the second day of travel, but as Abraham and Isaac had went all the way down to do and did exactly what God had commanded them, that is when the revelation happened. ഞാൻ വിശ്വസിക്കുന്നത് അബ്രഹാം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടെ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കരുതി വെച്ചു. But I believe wholeheartedly that even before Abraham and Isaac had gone on that journey, God had already prepared that ram for them. അത് വെളിപ്പെട്ടു വന്നത് ആരാധനയുടെ നടുവിലാണ്. And it only was revealed during worship. ഇന്ന് പകലും ചിലത് വെളിപ്പെട്ടു വരട്ടെ. ഈ ആരാധനയുടെ നടുവിൽ ഇതുവരെ
ഇതുവരെ കാണാത്തത് ചിലത് വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. This morning, I'm praying wholeheartedly that let things be revealed during worship. നമ്മുടെ ദൈവം കരുതി വെക്കുന്ന ദൈവമാണ്. God is one who provides for us. 31-ാം സങ്കീർത്തനത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഓർപ്പിച്ചിരിക്കുന്ന ആ ഒരു വാക്കുണ്ട്. ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതിയതും സംഗ്രഹിച്ചതും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ ഒരുക്കി വെച്ചതുമായ നന്മ എത്ര വലിയതാകുന്നു. We can see in Psalm 31 verse 9 how abundant 31 verse 19 how abundant are the good things that you have stored up for those who fear you, that you bestow in the sight of all on those who take refuge in you. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. God has something prepared for the people who believe in Him. ജീവിതാനുഭവങ്ങളിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കും പറയുവാനായിട്ടുണ്ട്. ദൈവിക കരുതൽ ഞാൻ അനുഭവിച്ച ദൈവിക കരുതൽ കഴിഞ്ഞ 30 വർഷമായി ഫുൾ ടൈം മിനിസ്ട്രിയിലായിരിക്കുമ്പോൾ ദൈവം നടത്തിയത്, ദൈവം കരുതിയത്, കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചത്, ഇന്ന് പറഞ്ഞാൽ തീരാത്ത നിലയിലുള്ള ദൈവിക കരുതൽ അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. I can say this with confidence that God will provide for you, because when I look back into my life, 30 years of my life, when I look back, I can see many times when things were not clear, when I was facing a lot of problems, that God had provided for me every single time. ഇന്ന് പകലാവശ്യത്തിന് മുഖത്തായിരിക്കുന്നവരോട് ദൈവാത്മാവ് തരുന്ന ആലോചന, എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവം ചിലത് പുതിയത്, ചില നന്മകൾ ഇതുവരെ കണ്ടിട്ടുള്ള നന്മയല്ല, അത് മനുഷ്യൻ ഒരുക്കുന്ന കരുതലല്ല, ദൈവിക കരുതൽ, മുന്നമേ കരുതി വെച്ച ചില കരുതലുകൾ ഈ ദിവസങ്ങൾ തന്നെ ജനത്തിനു വേണ്ടി ദൈവം കരുതി അത് റിവീൽ ചെയ്യുന്ന ദിവസങ്ങളായി ദിവസങ്ങൾ. This morning I want to tell you that in all the problems that you're facing, that God will reveal things in front of you, that God will continue to do wonders, God will continue to provide for you. 10-ാം വാക്യം നമ്മൾ മുമ്പേ വായിച്ചു. നിങ്ങൾ പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും, അവൻ പോകുന്ന വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലണം. In verse 10 we saw that he replied, as you enter the city, a man carrying a jar of water will meet you, follow him to his house that he enters. ആ കാലഘട്ടത്തിൽ GPS ഒന്നും ഉള്ള കാലഘട്ടമല്ല. ഇന്ന് നമുക്ക് GPS ഉള്ളത് കൊണ്ട് മറ്റാരോടും ചോദിക്കേണ്ട കാര്യങ്ങളില്ല, നമുക്ക് അവിടെ ആ സ്ഥലത്ത് എത്തിച്ചേരുവാനായിട്ട് കഴിയും. That was not a time when you had the GPS software, so at that time you could not use the software to get to that place. മുമ്പൊക്കെ നമ്മുടെ നാട്ടിലും ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വേറൊരു സിറ്റിയിൽ ഒരു വില്ലേജിൽ നമുക്ക് പോയി ഒരു ആളിനെ കാണണമെങ്കിൽ, ഒരു വീട് കണ്ടുപിടിക്കണമെങ്കിൽ പലരോട് ചോദിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. Not even a long time ago, it's a very short time ago, before some of the software came available, that if you had to go somewhere, you had to have, and it was an unfamiliar place, you had to ask many places to specifically find that specific place where you need to go. പ്രായമുള്ളവർക്കൊക്കെ അറിയാം, അവർ ആ വഴി പറയുമ്പോൾ ഇന്ന് നിങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് ചെല്ലുമ്പം സ്ഥായിയായിട്ടുള്ള ഉറപ്പുള്ള ഏതെങ്കിലും ഒരു പള്ളിയോ അല്ലെങ്കിൽ ഒരു കുരിശുമൂടോ അല്ലെങ്കിൽ ഒരു 2 നില വീടോ അതുപോലൊക്കെയുള്ള അടയാളമായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇന്നത് കാണും, അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയണം അല്ലെങ്കിൽ മുമ്പോട്ട് പോകണം, ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ആ മുമ്പൊക്കെ നമുക്ക് ഗൈഡ് ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ളത്. Specifically before, when there was GPS, you pretty much had to go and ask people, and they will give you like some directions where they will be like, oh, when you go further you will see this specific cross or this specific church and turn right, and those were the type of directions that you got back in the day. ആരും സാധാരണ പറയാറില്ല ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് നിങ്ങൾ കാണുമെന്ന്. Nobody usually says that, oh, you will see a man who is just walking by. അത് നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. Only Jesus can give that type of direction. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കാണണമെന്നൊന്നുമില്ല. Something where something is just moving, specifically that when we go there, that thing need not be there. ഒരിക്കൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു തണ്ണിത്തോടിന് പോകുന്ന വഴിക്ക് എനിക്ക് വഴി അറിയാതെ വന്നപ്പോൾ ഞാൻ അടുക്ക നിന്ന് അവിടെ ഒരു സിറ്റിയിൽ ഒരു ജംഗ്ഷനിലുള്ള ഒരാളോട് ചോദിച്ചു, ഈ തണ്ണിത്തോടിന് പോകുന്ന വഴി ഏതാ, റോഡ് ഏതാ എന്ന് ചോദിച്ചപ്പോഴേ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളത് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇടത്ത് വശത്തൊരു പശുവിനെ കെട്ടിയിരിക്കുന്നത് കാണാം, അത് കഴിഞ്ഞ് ഇച്ചിരൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇടത്തോട്ട് തിരിയണമെന്ന് പറഞ്ഞു. Specifically, I had an experience when I was back in India where I had to go to a specific place and it was hard to find. And when I went and asked this one person, like, hey, where do I find this specific place? He said that, oh, as you keep moving forward, you will see a cow over there and you need to turn right and then you need to take a left. ഞാൻ അവിടെ ചെന്നപ്പം പശു അവിടെ ഇല്ല, ഒരു പക്ഷേ വീട്ടുകാരൻ അഴിച്ചോണ്ട് പോയതായിരിക്കാം. പിന്നെ ഞാൻ മറ്റുള്ളവരോടൊക്കെ ചോദിച്ചാൽ
പോയത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളതായ മൂവ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നിടത്ത് നിൽക്കണമെന്നൊന്നുമില്ല. But when I actually went there, I was not able to see the cows. So I'm just saying that because that things that are not permanent, when you go there, that might not be there. നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയമായി യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളം കോരിക്കൊണ്ട് വരുന്നത് നിങ്ങൾ കാണുമെന്ന്. When I really thought about it, it literally was mind blowing. Is that Jesus says that as you enter the city, a man carrying a jar of water will meet you. കർത്താവ് പറഞ്ഞതുകൊണ്ട് അവർ ചോദ്യം ചെയ്യാതെ അവർ ചെന്നു, അവരതുപോലെ കണ്ടു, അത് സംഭവിച്ചു. Well, because it was Jesus who told them that the disciples did not ask any further questions. They went and then they saw and they did exactly what Jesus said. ഓർത്ത് നോക്കിയാൽ നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. When I look into this, I'm just trying to say that even the smallest things that God controls, even the smallest things. നമ്മുടെ സ്റ്റെപ്പുകളെ പോലും നിയന്ത്രിക്കുന്ന ഒരു ദൈവം. A God who is able to direct even the smallest steps. ശിഷ്യന്മാർക്ക് ഒത്തിരി ഒന്നും അന്വേഷിച്ച് നടക്കേണ്ടതായിട്ട് വന്നില്ല. കൃത്യസമയത്ത് അവർ ചെന്നപ്പോൾ അവർക്ക് കണ്ണു മുമ്പിൽ കാണുവാൻ കഴിഞ്ഞത് യേശു കർത്താവ് പറഞ്ഞ അതേ സംഭവം കണ്ണിന് മുമ്പിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. Exactly what Jesus has said. When the disciples followed his instructions, when they went there, they saw exactly what Jesus had told them. നിങ്ങൾ ശ്രദ്ധിച്ചേ, അതൊരു സാധാരണ സംഭവമല്ല. ആ ദിവസങ്ങളിൽ ആ കാലഘട്ടങ്ങളിലൊക്കെ പുരുഷന്മാരൊന്നുമല്ല വെള്ളം കോരാനായിട്ട് പോകാറുള്ളത്, സ്ത്രീകളാ സാധാരണയായിട്ട് വെള്ളം കോരാനായിട്ട് പോകാറായിട്ടുള്ളത്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ കാണും. അത് ആ ഒരു പുരുഷൻ വെള്ളം കോരിക്കൊണ്ടുവരുന്നത് കാണും. At that time it was an unusual thing where a man was carrying water with him, but because it was usually done by women. But what Jesus is saying, that when you go there you will see an unusual thing where a man is carrying a jar of water. അതുകൊണ്ട് പുരുഷന്മാർ വെള്ളം കോരരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് നമുക്ക് വെള്ളം കോരേണ്ട ആവശ്യമില്ല, ടാപ്പ് തുറന്നാൽ മതി. മറ്റു കാര്യങ്ങളൊക്കെ വീട്ടുകാര്യങ്ങളൊക്കെ നമ്മളോട് ചെയ്യുന്നത്, പുരുഷന്മാരോട് ചെയ്യുന്നത് നല്ലതാ. When I mentioned that, I'm not saying that men should not do some of the work that that was said here, that now it's very easy to collect water, so everybody it's an equality. 13ാമത്തെ വാക്യത്തിൽ അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കി. And in verse 13 it says, they left and found things just as Jesus had told them, so they prepared the Passover. ദൈവം പറയുന്നത് കേൾക്കുവാൻ തയ്യാറായാൽ, അനുസരിക്കുവാൻ തയ്യാറായാൽ ചിലത് നമ്മുടെ കണ്ണു മുമ്പിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. If we're ready to listen to God and obey it, some of these things will happen right in front of your eyes. ഇവിടെ വീട്ടുടയവന്റെ പേര് പറഞ്ഞിട്ടില്ല, എന്നാൽ ആ മനസ്സോട്, ആ മനുഷ്യൻ മനസ്സോട്, നമുക്കറിയാം ഇതിനു മുമ്പ് യേശു കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട്, കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവരുവാനായിട്ട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അതിൻ്റെ ഉടമസ്ഥൻ മനസ്സോട് കൊടുത്തതുപോലെ ഇവിടെയും ഈ മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, മനസ്സോട് യേശുവിന് വേണ്ടി ഈ റൂം ഒഴിച്ചിട്ടു. Even though we don't know specifics about this owner, just like how Jesus had told the disciples to go get the donkey, and we don't know much about the owner, but the owner gave the donkey wholeheartedly. Just like here, we see that the owner is giving the room up wholeheartedly. നിങ്ങൾ ശ്രദ്ധിച്ച ഈ മനുഷ്യൻ ഒത്തിരി പ്രഷേഴ്സ് പലയിടത്തും ഒന്നും വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ തിരക്കുകളുടെ നടുവിൽ എങ്ങും ഇടമില്ലാത്തടത്ത് ഒരു മുറി, ഒരു അപ്പർ റൂം ഒരുക്കി വെച്ചു. And even though we don't know much about the owner, that we might be facing a lot of issues, but at that moment when Jesus needed it, there was a room, the upper room was ready. Prepared room. It was a prepared room. രാവിലെ ദൈവത്തിനു വേണ്ടി മുറി ഒരുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. This morning I thank God for the people who prepare rooms. Do we have room for God in our busy schedules? നമുക്കത് വേറിട്ട് ഒരുക്കി വയ്ക്കുവാൻ, ഒരുക്കി കാത്തിരിക്കുവാൻ നമുക്ക് കഴിയുമോ? Are we able to separate a room and wait for God? ഒരു വാക്കൂടെ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ആ ഒരുക്കി വെച്ചിടത്ത് യേശുവിന് വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ അപ്പർ റൂമിൽ പിന്നീട് നടന്നതൊക്കെ ചരിത്ര സംഭവങ്ങളാണ്.
And when we see that, whatever happened in that upper room were historic events. ആ മനുഷ്യൻ ഒരു മുറി വേർതിരിച്ച് വെച്ചതായ പ്രിപ്പയർ ചെയ്ത് വെച്ചതായ യേശുവിന് വേണ്ടി ശിഷ്യന്മാർക്ക് വേണ്ടി വേർതിരിച്ച ആ സ്ഥലത്ത് ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ആണ് അത് മുഖാന്തരം ഉണ്ടായത്. Because that man had prepared that upper room, we can see that it had a long-lasting impact in the chain of events that happened in history. നമുക്കറിയാം അവിടെയാണ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത്. That's where Jesus washed the feet of the disciples. യോഹന്നാൻ 13:14 യേശു പറഞ്ഞു, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ പാദങ്ങൾ കഴുകേണ്ടതാകുന്നു. John 13:14. In John 13:14, we see that now that I, your Lord and teacher, have washed your feet, you should also wash one another's feet. അന്ന് ആ മുറിയിൽ ചെയ്ത കാര്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. Whatever that specific event that happened in that room, even today, that continues to happen today. പിന്നീടാണ് കർത്താവിന്റെ മരണപുനരുത്ഥാനത്തെ ഓർപ്പിക്കുന്ന തിരുമേശ കൽപ്പിച്ചാക്കുന്നത്. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെവീൻ എന്ന് യേശു കൽപ്പിച്ചാക്കിയ തിരുമേശയുടെ ഇനാഗുറേഷൻ ഉദ്ഘാടനം നടന്നത് ആ മുറിയിലാണ്. It is also in that same room where it happened. The first communion happened, where Jesus commanded the disciples to continue doing this till I come back, and it happened in that room. യോഹന്നാൻ 14 മുതൽ യോഹന്നാൻ 14 അധ്യായം മുതൽ 17 അധ്യായം വരെ നടന്നതായ പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും 17 അധ്യായത്തിലെ മധ്യസ്ഥ പ്രാർത്ഥനയും എല്ലാം ആ സ്ഥലത്താണ് സംഭവിച്ചത്. And when we see that in the things that happened from John chapter 14 to 17, all those events happen in that room. എന്നാൽ അതിലൊക്കെ ഉപരിയായി ശിഷ്യന്മാർ കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ പെന്തക്കോസ്ത് ഇറങ്ങി വന്നത്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതും ആ അപ്പർ റൂമിലാണ്. When we also look back in history, we can see that when the Holy Spirit descended on the disciples, that also happened in that upper room. ശ്രദ്ധിച്ച്, ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്നത് ആ ഇടത്ത് അതിനെ കൊണ്ട് ആ ഇടം കൊണ്ട് അല്ലെങ്കിൽ നാം സമയം വേർതിരിച്ച് ദൈവസന്നിധിയിലിരുന്ന് റൂം കണ്ടെത്തി സമയം കണ്ടെത്തി നമ്മൾ കർത്താവിന് വേണ്ടി വേർതിരിക്കുമ്പോൾ അവിടെയാ അത്ഭുതങ്ങൾ നടക്കുന്നത്. When we look at it in our own lives, when whatever we separate for God, that is exactly the room, the prayers that we do is that is exactly where God performs miracles. ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാം. Can we dedicate our hearts to God? നമ്മുടെ ഭവനത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് വേണ്ടി ഒരുക്കാം. Can we prepare our house, our families to God? നമ്മുടെ സഭയെ അതിനു വേണ്ടി ഒരുക്കാം. അതിലൂടെ ഒരു ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് പട്ടണത്തിൽ ഉണ്ടാക്കുവാൻ, കുടുംബങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. And I also pray that we dedicate our house and our church to God, and then there will be a long lasting impact in the city. തിരുമേശയുടെ മുമ്പിൽ അടുക്കുമ്പോൾ നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത് നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടു. As we come closer to the table, we also need to remember that our Passover lamb was also slain. ഇസ്രായേൽ മക്കള് പെസഹ കുഞ്ഞാടിന്റെ ചോരയാൽ വിടുതൽ പ്രാപിച്ചതുപോലെ യേശു കർത്താവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച ദൈവമക്കളാണ് ഇന്ന് രാവിലെ തിരുമേശയ്ക്ക് ചുറ്റാകെയായിരിക്കുന്നത്. How Israelites were able to get deliverance from the lamb that was slain during Passover, just like that we were able to gain deliverance from the lamb Jesus that was slain. കർത്താവിന്റെ മേശയോട് നാം അടുക്കുക. We're coming close to the table.